ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്ലെറ്റ്സ്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ നിങ്ങൾക്കായി ഷെയർ ചെയ്യാനാണ് കേട്ടോ. എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിയാണ് സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്നു, ഇതാണ് വീട്ടിലേക്കുള്ള റോഡ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഇതാക്കുന്നു വീടിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതാക്കുന്നു, ഇതുപോലെ മുറ്റത്തൊക്കെ കോൺക്രീറ്റ് ആട്ടോ ചെയ്തിട്ടുള്ളത്. മുൻഭാഗത്ത് ഇതുപോലെ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്. റോഡാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിന് മുമ്പിൽ സിറ്റ് ഔട്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു ബെഞ്ച് പോലെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ലവ് ബേർഡ്സിൻ്റെ കൂടുണ്ട്. അതിൽ കുറച്ച് ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആക്കണോ വാതിലിൻ്റെ മുമ്പിൽ തന്നെ ഇതുപോലെ മാഷാഅള്ളാൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. മാഷാഅള്ളാ തബാറക്കല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഇല്ലാത്തത് കാരണം തന്നെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടും അതുപോലെ തന്നെ ലിവിങ് റൂമും ഡൈനിങ് ഹാളും എന്നൊക്കെ പറയുന്ന ഒരു ഹാളിലേക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങളെ ഡൈനിങ് ഹാളും ലിവിങ് റൂമും ആരെങ്കിലും വന്നാൽ ഇരിക്കാനുള്ളതും ഒക്കെ ഒരു റൂമാണ്. ഇതൊരു ഹാളായിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. ഇതുപോലെ ഒരു ചെറിയൊരു മേശയുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ഷോക്കേസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇതാക്കണം മീനുണ്ട്, ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിലേക്ക് കുറച്ച് മീനുണ്ട്. അതന്നെ ഉള്ളു കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണിച്ചു തരാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു റൂമുണ്ട്. ആ റൂമിൽ ഇതുപോലെ ഒരു ബെഡും അതുപോലെ തന്നെ ചുമരുമേ ഉള്ളൊരു അലമാരയുണ്ട് ഇതുപോലെ. പിന്നെ ചെറിയൊരു ടേബിളുണ്ട് കേട്ടോ. പിന്നെ രണ്ട് ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ജനലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്ന റൂം ഈ ഒരു റൂമാണ് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ വന്നാൽ ഈ റൂമിലാണ് കിടക്കാറ്. അതുകൊണ്ട് മക്കളൊക്കെ അവരുടെ തൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർ ഇത് നീച്ച് വരലും തുടങ്ങിയിട്ടുണ്ട്. അതാക്കണു, ഇതാണ് ഞങ്ങളുടെ റൂം. പക്ഷെ കൂടുതൽ എങ്ങനെയാണ് നമ്മളെ ഒരു ഹോം ടൂർ ചെയ്യാന്നില്ല അതിൻ്റെ കുറിച്ചൊന്നും വല്ല ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അടിയിൽ ഏത് ഐറ്റം ടൈൽസാണ്, ഗ്രാനൈറ്റാണോ അങ്ങനെയൊന്നും പറയാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അടിയിലൊക്കെ എല്ലാ റൂമിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ ടൈൽസ് ഇട്ടിക്കണ്. മേലെ ഓടല്ല വാർപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കണം, ഇതുപോലെയാണ് ഈ റൂമുള്ളത്. അതുപോലെ ചെറിയൊരു അലമാരയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം, അടുത്ത ഇവിടെ ഒരു കോണിക്കൂടാണുള്ളത്. ആ കോണിക്കൂടിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു റൂമുണ്ട്. അവിടെ സ്റ്റോർ റൂമാട്ടോ. സ്റ്റോർ റൂമും അതുപോലെ തന്നെ ചെറിയൊരു ബെഡ് ഇട്ടിക്കാണ്ട് ഉള്ളൊരു റൂമാണ് അതിലുള്ളത്. അതിന് ശേഷം ഞാൻ മുകൾ ഭാഗം കാണിച്ചു തരാം. ഇതാക്കണോ, ഇതുപോലെ ഇരുമ്പിൻ്റെ കോണിയാണ് കേട്ടോ ഞങ്ങളോടെ ഉള്ളത്. അതും ഇതുപോലെ ഗ്രാനൈറ്റിൻ്റെ പീസായിക്കാണ്ട് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇതുപോലെ കയറിയാൽ ആദ്യം കാണുന്നത് ചെറിയൊരു ഹാളാണ്. ആ ഹാളിലാണ് TV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പാൻ്റെ സൗണ്ട് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു റൂമുണ്ട്. അതിൽ ഇതുപോലെ ബെഡും അലമാരയും ചെറിയൊരു ബാത്റൂമും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാക്കണം, ഈ ഭാഗത്താണ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു റൂമുണ്ട് കേട്ടോ. എല്ലാ റൂമിലും ഇതുപോലെ തന്നെ ബെഡ്, ചെറിയൊരു അലമാര, അതുപോലെ ഇതുപോലെ ചെറിയൊരു മേശ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു റൂമിലാണ് പിന്നെയും കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കിയൊക്കെ സാധാ റൂമാണ്. മുകൾ ഭാഗത്ത് ഓടാട്ടോ ഉള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ സീലിംഗ് ആക്കിക്കാണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി ഇപ്പം എൻ്റെ വീട്ടിൽ 5 റൂമാണ് ഉള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനുള്ള അത്യാവശ്യം റൂമുണ്ട് കേട്ടോ. 5 റൂമുണ്ട്. ചെറിയ റൂമാണ്. ആ റൂമിൻ്റെ ഉള്ളിൽ എന്നാലും ഒരു അലമാര, അതുപോലെ തന്നെ ചെറിയൊരു മേശ, ബെഡ് ഒക്കെ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വാതിലെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം മുകൾക്ക് എടുക്കുന്നതിന് മുമ്പ് ഉള്ളൊരു വാതിലാണ് ആ കണ്ടത് കേട്ടോ. പിന്നെ ഉള്ളത് അടുക്കളയാണ്. അടുക്കള അത്യാവശ്യം നല്ല വലിയ അടുക്കള തന്നെയാണ് കേട്ടോ.
ഞങ്ങളെ വീടിൻ്റെ മെയിൻ പണിക്കാരനും അതുപോലെ കോൺട്രാക്ടറും ഇൻറ്റീരിയൽ വർക്ക് ചെയ്യണതും ഒക്കെ എൻ്റെ ഒപ്പം തന്നെയാണ്. ഒക്കെ ഇപ്പാൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പം ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഒരു കോൺട്രാക്ടറാണ്, ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാതും ചെയ്തിട്ടുള്ളത്. എൻജിനീയറും പ്ലാനിങ്ങും ഒക്കെ ഇപ്പാൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാണ് അടുക്കള. ഇതുപോലെ റാക്ക്, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇതുപോലെ ചെറിയ ചെറിയ അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ചെറിയൊരു ഫ്രിഡ്ജുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണ മുതൽ ഈ സമയം വരെ കുറേ പ്രാവശ്യം ഇതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കൂടുതലായിട്ട് ഹോം ടൂർ ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. അടുക്കളൻ്റെ പുറംഭാഗം ഇതുപോലെയാണ്. ചെറിയൊരു വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പാത്രം മോറാനുള്ള ചെറിയൊരു സിങ്ക്, കൊട്ടത്താളം എന്നൊക്കെ ഞങ്ങളിവിടെ പറയും, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ അടുപ്പ് വെച്ചിട്ടുള്ളത്, പുകടുപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവ് അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ അലമാരയിലാണ് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തൊരു ജനാലും വെച്ചിട്ടുണ്ട്. ഈ പുകടുപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒപ്പം ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെ പണിക്കാരൊന്നും വന്നിട്ടില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാക്കണോ നമ്മളെ ബാത്റൂം ഉണ്ട് കേട്ടോ. ഈ ഒരു അടുക്കളേൻ്റെ ഭാഗത്തേക്കാണ്ട് തന്നെ ഒരു ബാത്റൂം കൂടി ഉണ്ട്. അതിൽ യൂറോപ്യൻ ബാത്റൂമായിട്ടാണ്. പിന്നെ ഇതാക്കണോ ഫ്രിഡ്ജ്, അതിൻ്റെ അടുത്താണ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടെന്ന് പറയുന്നത് കേട്ടോ. ചെറിയൊരു വീടാണ്, ചെറുതെന്നല്ല, അത്യാവശ്യം എന്നാലും ഇപ്പോഴത്തെ ഒരു ഇതിലൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ വീട് തന്നെയാണ്. ഇതുപോലെ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം ഞങ്ങളുടെ ഒരു ചെറിയൊരു വീടേനു, പിന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ രീതിയിലാക്കി എടുത്തതാണ് എൻ്റെ അപ്പ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പോൾ അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.